ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭദ്രൻ്റെ 27 ലക്ഷം രൂപ പോയ വഴി അറിയാണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അതെന്തായാലും ആർക്കോ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പണിക്കാരും ബോസിനൊക്കെ നമ്മുടെ കാവൽക്കാർക്കൊക്കെ എന്തായാലും ബോഡി ഗാർഡിനൊക്കെ പൈസ ഇല്ലാണ്ട് പോകില്ല എന്ന് പറയുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നത്. ഓട്ടോറിക്ഷയിലാണെങ്കിൽ കന്യാസ്ത്രീമാർ 2 പേരും ഇറങ്ങി വരുന്നുണ്ട്. ഭദ്രേട്ടാ, പൈസ ചോദിക്കാൻ വന്ന സമയം തന്നെ, സംഭാവന ചോദിക്കാൻ വന്നതാവും, പറ്റിയ സമയത്തിന് സംഭാവന ചോദിക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞ് വിലാസിന് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്താ ഇവിടെ ഒരു ബഹളം, എന്തിനാ ആൾക്കൂട്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ബോഡി ഗാർഡുകൾ പറയുന്നുണ്ട്, ശമ്പളം കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് ശമ്പളം കിട്ടാണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മനസ്സുള്ളൊരു മനുഷ്യനെ നിങ്ങളിങ്ങനെ ശമ്പളത്തിൻ്റെ പേരിൽ വിഷമിപ്പിക്കല്ലേ, ഇദ്ദേഹം ദയാലുണ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ തന്നെയാണ് ഈ പറയുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് ഭദ്രൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. പ്രിയയാണെങ്കിൽ ഈ കന്യാസിമാരെ കണ്ടപ്പോൾ തന്നെ പ്രിയയ്ക്ക് ഈ കാര്യം മനസ്സിലായി. പ്രിയ നല്ല സന്തോഷത്തോടെ ചിരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് കന്യാസ്ത്രീമാർ പറയുന്നുണ്ട്, 27 ലക്ഷം രൂപ സംഭാവന ചെയ്തു ഭദ്രൻ സാറ് ഞങ്ങളുടെ അനാഥാലയം പണിയാൻ വേണ്ടിയിട്ട്. അത്ര നല്ലൊരു മനുഷ്യനെയാണോ നിങ്ങളിങ്ങനെ വിഷമിപ്പിക്കുന്നത്, അദ്ദേഹം പൈസ തരും എന്നൊക്കെ പറയുന്നുണ്ട്. 27 ലക്ഷം രൂപയെ ഞാനോ, ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഭദ്രൻ. വിലാസിനെ അപ്പോൾ ഭദ്രനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട്, സത്യം പറ മനുഷ്യ, നിങ്ങളെപ്പോൾ ഇവർക്ക് പൈസ കൊടുത്തു നോക്കിയപ്പോൾ എനിക്കറിയില്ല വിലാസിനി. അതിനുശേഷം വിലാസിനി എന്നെ ചോദിക്കുന്നുണ്ട്, മദർ ഈ ഭദ്രേട്ടന് എപ്പോഴാണ് പൈസ തന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി 2 മണിക്ക് ശേഷമാണ് അക്കൗണ്ടിലേക്ക് പൈസ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഭദ്രൻ ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. എങ്ങനെ പോയി എന്നൊരു പിടിയില്ല. ആ സമയത്ത് തന്നെ ഭദ്രൻ ചോദിക്കുന്നുണ്ട് സിസ്റ്റർമാരോട്, ആ പൈസ ഇപ്പോൾ ആവശ്യമുണ്ടോ, കെട്ടിടം പണിക്ക് പിന്നെ മതിയെന്ന് ചോദിച്ചപ്പോൾ അയ്യോ അത് അപ്പം തന്നെ കോൺട്രാക്ടർക്ക് കൊടുത്തല്ലോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ എന്തായാലും പോകണം, ഇത്ര നല്ല മനുഷ്യനല്ലേ എന്നൊക്കെ കന്യാസ്ത്രീമാർ ബഹളം വയ്ക്കുന്നവരോട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മുതലാളി ഇത്ര നല്ല മനുഷ്യനെന്ന് അറിഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് ബഹളം വെച്ച ആൾക്കാരൊക്കെ പോകും. പിന്നീട് ഭദ്രന് 1000 നന്ദിയും ആശംസകളൊക്കെ അറിയിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മദറൊക്കെ പോകുന്നുണ്ട്. പോകുന്ന പോക്കിൽ മദർ വീണ്ടും പറയുന്നുണ്ട്, ഇനിയും ഇതുപോലുള്ള സാമ്പത്തികമായുള്ള സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അങ്ങനെ അവർ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. പ്രിയ പറയുന്നുണ്ട്, അപ്പോൾ അടുക്കളയിൽ പോയി കഴിഞ്ഞിട്ട് അരിയാട്ടാനും ഉഴുന്നാട്ടാനൊക്കെ നോക്കിക്കോ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഇനിയും കരയേണ്ടി വരുമെന്നും പറയുന്നു. പിന്നെ കാണിക്കുന്നത് അറക്കൽ വീടാണ്. അറക്കൽ വീട്ടിലേക്ക് നമ്മുടെ ഗോവിന്ദൻ വരുമ്പോൾ ഗോവിന്ദൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് അയ്യപ്പേട്ടൻ ചോദിക്കുന്നുണ്ട്, മോനെ നീ നന്ദി പറഞ്ഞോ ഗീതു കുഞ്ഞിനോട്, രാധികയുടെ പേര് പോലീസിനോട് പറയാഞ്ഞതിൽ എന്ന് പറഞ്ഞപ്പോൾ പറയാൻ പറ്റിയില്ല അയ്യപ്പേട്ട, ഓഫീസിൽ ഇന്ന് നല്ല തിരക്കായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ അവൾ ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞല്ലോ എന്ന് പറയും. ഗീതു കുഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നത്. ഗീതു വന്നില്ലേ ഇങ്ങോട്ട്? ഇല്ല ഗീതു ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ അവൾ എങ്ങോട്ട് പോയി, മോനൊന്ന് ഫോൺ വിളിച്ച് ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ ഫോൺ വിളിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. പിന്നീട് ഗോവിന്ദനൊരു ടെൻഷൻ ആവുന്നുണ്ട്. സ്കൂട്ടറിലാണ് അവളുടെ യാത്ര, അവളോട് സ്കൂട്ടറിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഫോൺ എടുക്കുന്നില്ലല്ലോ അയ്യപ്പേട്ടാന്ന് പറയുമ്പോൾ കടിച്ച് കയറാൻ നിൽക്കുകയല്ലേ എപ്പോഴും, പിന്നെ എങ്ങനെ അവൾ ഗീതു കുഞ്ഞ് ഫോൺ എടുക്കുക എന്ന് പറയുന്നുണ്ട്. ഒന്ന് സ്നേഹത്തോടൊക്കെ നിന്നാലല്ലേ ശരിയാവുള്ളൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഗീത് വരുന്നുണ്ട്. എന്നും ഞാനാണല്ലോ ഇവിടെ ഉണ്ടാവാറ്, നീ എന്ത് പറ്റി, നീ ഓഫീസിൽ നിന്ന് തന്നെക്കാൾ മുന്നേ ഇറങ്ങിയതാണല്ലോ, പിന്നെ നീ എവിടേക്ക് പോയി എന്നൊക്കെ ചോദിക്കുന്നു. എന്തായാലും ഞാനല്ലേ ഇവിടെ വന്ന് നിൽക്കാറ്, പൂമുഖവാതിക്കൽ പൂന്തിങ്കളാകുന്ന ഭാര്യയായിട്ട്, ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. കണ്ണേട്ടന് എന്തായാലും ചായ ആയിട്ട് വരായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് അവരൊരു കട്ട റൊമാൻസ് ഭാഗങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. 2 പേരും തകർത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, സുധി നമുക്ക് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, വായോ പോകാമെന്ന് പറഞ്ഞ് അയ്യപ്പേട്ടൻ ഡ്രൈവറെയും വിളിച്ച് അവിടെ നിന്ന് പോകും. പിന്നീട് 2 പേരും കൂടെ വീണ്ടും സ്നേഹത്തോടെ നിന്ന ആൾക്കാർ അപ്പം തന്നെ വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് രേഖ TV ഒക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേഖേച്ചി എന്നും വിളിച്ച് നമ്മുടെ ഗീതു വരുന്നുണ്ട്. ഗീതു, നിന്നെ കാണാനിരിക്കുന്നു നീ രാധികാമരെ പേര് പോലീസിനോട് പറയാത്തതിൽ ഇവിടെ എല്ലാവർക്കും നല്ല സന്തോഷമാവും എന്നുള്ള ഞാൻ വിചാരിച്ചത്, പക്ഷെ എല്ലാവർക്കും വരട്ടി ടെൻഷനാണല്ലോ, എല്ലാവരുടെ മുഖത്തും ഭയങ്കര ടെൻഷൻ, എന്ത് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും രേഖേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ടെൻഷനൊക്കെ ഇനി കൂടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. ആ സമയത്ത് ചൂടാക്കിയ ചായയുമായി കാഞ്ചന വരുന്നുണ്ട്. ഗോവിന്ദ മാമയ്ക്ക് ചൂടാക്കിയ ചായ എന്ന് പറഞ്ഞപ്പോളേ കണ്ണേട്ടനെ ചൂടാക്കിയ ചായ ഒന്നും വേണ്ട, അത് നിങ്ങൾ തന്നെ കുടിച്ചാൽ മതി, കണ്ണേട്ടൻ നല്ല ഫ്രഷ് ചായ ഇനി വേണ്ടതെന്ന് പറയുന്നു. ആ സമയത്ത് അവിടേക്ക് രാധിക വന്നിട്ട് പറയുന്നുണ്ട്, കാഞ്ചനെ എന്നോട് എനിക്കുള്ള രക്തചന്ദനം അരയ്ക്കാൻ വേണ്ട അരച്ചോ എന്നപ്പോൾ ഇപ്പം ശരിയാക്കി തരാം മാമി, കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഗീത് പറയുന്നുണ്ട്, രക്തചന്ദനം എന്നാൽ എനിക്കും ആയിക്കോട്ടെ കാഞ്ചന, നാളെ എനിക്കും ഒരു ചടങ്ങുണ്ട്, ഞാനും ഇപ്പോൾ പ്രസിഡൻ്റൊക്കെ അല്ലേ, എന്തായാലും അതുകൊണ്ട് എനിക്കിനിപ്പോൾ ആ സ്ഥാനം, പഴയ സ്ഥാനത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വയസ്സായില്ലേ, എന്നെപ്പോലുള്ളൊരു യങ് ലേഡീനെ കിട്ടിയപ്പോൾ ഇപ്പോൾ അവർക്ക്
സ്വീകരണത്തോട് സ്വീകരണം തന്നെ. പൊന്നാണ് എനിക്കില്ല. അങ്ങനെ നാളെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. രാധികാമ്മയ്ക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ പോരാട്ടോ, ഫേമസ് ആവാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോ ഒക്കെ വരും എന്ന് പറയുമ്പോൾ രാധിക പറയുന്നത് എനിക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലടി, ഞാൻ ഒരുപാട് നാളീ സ്ഥാനത്തിരുന്നാണ്, എനിക്ക് അതിനു വേണ്ടി എനിക്ക് നിൻ്റെ പാല് തൂങ്ങി നടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് ഗീതു പോകുന്നുണ്ട്. പിന്നീട് രാധികാമ്മ രേഖ അവിടെ നിന്ന് പോകും. പിന്നെ രാധികയും കാഞ്ചനയും കൂടെ സംസാരിക്കുന്നുണ്ട്. കാഞ്ചനോട് രാധിക പറയുന്നുണ്ട് നാളത്തെ ഫംഗ്ഷൻ അവൾ പങ്കെടുക്കരുത്, അതിനുവേണ്ടി എന്തും ചെയ്യണം എന്ന് പറയുമ്പോൾ ചായയിൽ സോപ്പും പൊടി കലക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും പറ്റില്ല, അതൊക്കെ അവൾക്ക് മണറിയും. എന്നാൽ നടക്കുന്നിടത്ത് പഴത്തൊലിടാന്ന് പറയുമ്പോൾ അതും പറ്റില്ല എന്ന് പറയുന്നു. എന്നാൽ പിന്നെ രാധികാമ്മയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്തൊട്ടിടുന്ന് എന്നോട് ഗീതു പാപ്പ ചോദിച്ചിരുന്നു. ഞാൻ രക്തചന്ദനമാണെന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ അതൊക്കെ പറയാൻ പോയെന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടായി എന്ന് പറയുമ്പോൾ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് രാധികാമ്മ ആകാംക്ഷയോടെ തന്നെ. ആ സമയത്ത് രേഖ ഇവർ രണ്ടുപേരുടെയും സംസാരം കേട്ട് നിൽക്കുന്നുണ്ട്. അത് ഇവർ രണ്ടുപേരും അറിയുന്നില്ല. എന്തായാലും രക്തചന്ദനത്തിൽ നല്ലൊരു പണി രാധികാമ്മ ഗീതുവിന് കൊടുക്കാനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഗീതു തിരിച്ച് റിട്ടേൺ അടിക്കുന്ന ഒരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.